നമ്മുടെ ഒരു പ്രതിനിധിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു നല്ല പ്രതിനിധി? എങ്ങനെയായിരിക്കണം ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റിസൻസിനെയും അഡ്രസ്സ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഒരു ഡിസ്ക്രിമിനേഷൻ ഒട്ടും പുട്ട് ഫോർവേഡ് ചെയ്യാത്ത ഒരാളായിരിക്കണം. എല്ലാ കാസ്റ്റ് ക്രീഡ് എല്ലാ ആൾക്കാരെയും അഡ്രസ്സ് ചെയ്ത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട് നന്നാവണം എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ കുറേയേറെ വികസനങ്ങളും വേണമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രതീക്ഷകൾ ഇപ്പോഴാണെങ്കിൽ എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ ആവശ്യത്തിനും അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണം, ചെയ്യാണ്ടിരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് ഫലപ്രദമായിട്ട് ചെയ്യണം, എന്നാലാണ് ആ വ്യക്തിക്ക് നിലനിൽപ്പുള്ളൂ. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിലും പുള്ളിക്കാരൻ മത്സരിക്കണമെങ്കിൽ അതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഒരു നല്ല പ്രതിനിധിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് ഭരണഘടന തരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല പ്രതിനിധിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? എൻ്റെ ഒരു പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. ആള് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം. എൻ്റെ ഒരു നല്ലൊരു നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ്. ആളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ. അതാണ്, അങ്ങനത്തെ ഒരാൾ വേണം ജയിച്ചല്ല എന്തിനാണെങ്കിലും വരാൻ. ഒരു നല്ല പ്രതിനിധിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം? അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിന് നല്ല ചെയ്യുന്ന ഒരാളായിരിക്കണം. ലൈക്ക് രാഷ്ട്രീയം നോക്കിയിട്ട് ഒരാൾ ഒരിക്കലും വോട്ട് ചെയ്യാൻ നിൽക്കരുത്. അയാൾ എന്താണോ, അയാൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുള്ളൊരു നമുക്ക് വികസനം വേണ്ടത്. വികസനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പിഴുതെടുക്കണ ഒരു വികസനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മളൊരു ഒരു പൊസിഷനിലേക്ക് വരേണ്ടതാണ് എൻ്റെ ഒരു ഇത്.